ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് സ്റ്റേഷൻ ജാമ്യം. ലഹരി ഇടപാടുകാരനുമായുള്ള ഫോൺ വിളി വിവരങ്ങളാണ് ഷൈനിന്റെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. ഷൈനിന്റെ മുടിയും നഖവും രക്തവും പരിശോധിച്ചു. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാശരായ ഉദ്യോഗാർത്ഥികൾ നിയമനം ലഭിച്ചത് സമരം ചെയ്യുന്ന 3 പേരുൾപ്പെടെ 45 പേർക്ക്. എന്നാൽ പരമാവധി നിയമനം നടത്തണമെന്നാണ് സമരം തുടരുന്നവരുടെ ആവശ്യം. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി എന്നത് നടപ്പാകുന്ന കാര്യമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ട്രേഡ് യൂണിയൻ ശൈലിയല്ല ഈ സമരങ്ങളിൽ കാണുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPO റാങ്ക് പട്ടികയിലുള്ള മുഴുവൻ പേർക്കും നിയമനം നൽകാൻ കഴിയില്ലെന്ന് CPIM നേതാവ് PK ശ്രീമതി. ചിലർക്ക് തൊഴിൽ ലഭിക്കണം, ചിലർക്ക് തൊഴിൽ ലഭിക്കേണ്ട എന്ന തീരുമാനം സർക്കാരിനില്ല. തൊഴിൽ നൽകുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അല്ലാതെ വാശി പിടിച്ച് മുന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടതെന്നും CPIM നേതാവ് PK ശ്രീമതി വ്യക്തമാക്കി. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തെ തള്ളി CPIM. 18 ദിവസം സമരം ചെയ്താൽ നിയമവും ചട്ടവും മാറ്റാൻ പറ്റുമോ എന്നും നിയമപരമായി എന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക അതേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നും EP ജയരാജൻ പറഞ്ഞു. സമരം ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും ആലോചിക്കണമെന്നും EP വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണെന്നും CPIM-നെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും PV അൻവർ അടഞ്ഞ അധ്യായമാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം പാർട്ടി തീരുമാനിക്കുമെന്നും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളതെന്നും TP വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോൺഗ്രസ് പുനഃസംഘടന വൈകുന്ന സാഹചര്യത്തിൽ ഹൈപവർ കമ്മിറ്റിക്ക് രൂപം നൽകാൻ ഹൈക്കമാൻഡ് നീക്കം. മുൻ KPCC പ്രസിഡന്റുമാരെയും AICC സെക്രട്ടറിയെയും ഉൾപ്പെടുത്തി ഹൈപവർ കമ്മിറ്റിക്ക് രൂപം നൽകാനാണ് നീക്കം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നിവ അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് ധൃതി പിടിച്ചുള്ള അഴിച്ചുപണി വേണ്ട എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. പാലക്കാട് കോട്ടായിയിൽ വെടിക്കെട്ടിനിടെ അപകടം. പെരുംകുളങ്ങര ക്ഷേത്രത്തിൽ വിഷുവേലക്കിടെയാണ് വെടിപ്പുരയ്ക്ക് തീപിടിച്ച് അപകടമുണ്ടായത്. വേല കാണാനെത്തിയ 6 പേർക്ക് പരിക്കേറ്റു. ഓലപ്പടക്കത്തിൽ നിന്നും വെടിമരുന്ന് സൂക്ഷിച്ച കൂത്തുമാടത്തിലേക്ക് തീ പടരുകയായിരുന്നു. ആലപ്പുഴ രാമങ്കരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ CPIക്ക് വിജയം. CPIയിലെ രമ്യമോളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. CPIM-ലെ മോൾജി രാജേഷിന് 5 വോട്ടും രമ്യ സജീവിന് 7 വോട്ടുമാണ് ലഭിച്ചത്. UDF അംഗങ്ങൾ CPIക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. UDF-ന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഷീന രാജപ്പൻ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഡൽഹിയിലെ വടക്കുകിഴക്കൻ പ്രദേശമായ മുസ്തഫാബാദിൽ 4 നില കെട്ടിടം തകർന്നു വീണ് നിരവധി പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഇതുവരെ 14 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 25ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിലാണ് കെട്ടിടം തകർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ NIA ചോദ്യം ചെയ്തേക്കും. ഇതിനായി അമേരിക്കയുടെ സഹകരണം തേടിയേക്കുമെന്നാണ് റിപ്പോർട്ട്. തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIA-യുടെ നീക്കം. ഹെഡ്ലി ഇപ്പോൾ അമേരിക്കയിൽ തടവിലാണുള്ളത്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര മെയിൽ ഉണ്ടാകുമെന്ന് കേന്ദ്രം. ഇന്ത്യ ബഹിരാകാശ യാത്രയിൽ ഒരു നിർണായക അധ്യായം കുറിക്കാനൊരുങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ബഹിരാകാശ സഞ്ചാരിയെയും വഹിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ മിഷൻ അടുത്ത മാസത്തോടെ ഉണ്ടാകും. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി വെടിയേറ്റ് മരിച്ചു. ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് പഞ്ചാബ് സ്വദേശിയായ 24-കാരി ഹർസിമ്രത് രന്ധാവ കൊല്ലപ്പെട്ടത്. ഒണ്ടാരിയോയിലെ ഹാമിൽട്ടണിലാണ് സംഭവം. നെഞ്ചിൽ വെടിയേറ്റ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ വെടിവെപ്പിനിടെയാണ് വിദ്യാർത്ഥിനിക്ക് വെടിയേറ്റത്.
8 ചീറ്റകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനം. ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, കെനിയ എന്നിവിടങ്ങളിൽ നിന്ന് ചീറ്റകളെ കൊണ്ടുവരാനാണ് നീക്കം. 2 ഘട്ടങ്ങളിലായാണ് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. മെയ് മാസത്തോടെ ബോട്സ്വാനയിൽ നിന്ന് 4 ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. ചീറ്റ പദ്ധതിക്കായി രാജ്യത്ത് ഇതുവരെ 112 കോടിയിലധികം രൂപ ചെലവഴിച്ചതായി NTCA ഉദ്യോഗസ്ഥർ പറഞ്ഞു. IT കമ്പനിയായ ഇൻഫോസിസിൽ 240 ട്രെയിനുകളെ പിരിച്ചുവിട്ടു. മൈസൂരു ട്രെയിനിംഗ് ക്യാമ്പസിൽ നിന്ന് 240 എൻട്രി ലെവൽ ട്രെയിനുകളെയാണ് പിരിച്ചുവിട്ടത്. ആഭ്യന്തര പരീക്ഷയിൽ പാസ്സായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൂട്ടപ്പിരിച്ചുവിടൽ. ഫെബ്രുവരിയിൽ 400ഓളം ട്രെയിനുകളെ ഇൻഫോസിസ് പിരിച്ചുവിട്ടിരുന്നു. ₹2000 മുകളിൽ UPI ഇടപാടുകൾ നടത്തുമ്പോൾ GST ചുമത്താൻ കേന്ദ്രം ആലോചിക്കുന്നതായുള്ള വാർത്ത തള്ളി ധനമന്ത്രാലയം. വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നിലവിൽ സർക്കാരിന് അത്തരത്തിലൊരു ഉദ്ദേശവുമില്ലെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ആഗോള പ്രാധാന്യമുള്ള ഡോക്യുമെന്ററി പൈതൃകം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പട്ടികയിൽ 2 ഗ്രന്ഥങ്ങളും ഇടം നേടിയ വിവരം കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് പ്രഖ്യാപിച്ചത്. പൗരാണിക ഗ്രന്ഥങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരം ലോകമെമ്പാടുമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ഈ വർഷം അവസാനം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന US പ്രസിഡന്റ് അനുയായിയും ടെക് സംരംഭകനുമായ ഇലോൺ മസ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ത്യ US സഹകരണത്തെക്കുറിച്ച് നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം മസ്ക് എക്സിലൂടെയാണ് വിവരം പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി തോന്നിയെന്നും വർഷാവസാനം ഇന്ത്യ സന്ദർശിക്കാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മസ്ക് പറഞ്ഞു. അഹമ്മദാബാദ് ബുള്ളറ്റ് റെയിൽ പദ്ധതിയുടെ ഭാഗമായി ജപ്പാൻ ഇന്ത്യയ്ക്ക് ഷിങ്കാസെൻ ട്രെയിനുകൾ സമ്മാനമായി നൽകും. അടുത്ത വർഷം ആദ്യം ട്രെയിനുകൾ കൈമാറുമെന്നാണ് വിവരം. E5, E3 സീരീസ് എന്നീ 2 ബുള്ളറ്റ് ട്രെയിനുകളാണ് ഇന്ത്യയ്ക്ക് സമ്മാനമായി നൽകുന്നത്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലുകൾക്കും ഇത് സഹായകരമാകും. യമനിലെ റാസിസ എണ്ണ തുറമുഖത്ത് US നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനും US-നും എതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂതികളുടെ മുന്നറിയിപ്പ്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കി. 1 മാസത്തിലേറെയായി യമനിൽ US നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് മാത്രമേ കാരണമാകൂ എന്നും ഹൂതികൾ പറഞ്ഞു. റഷ്യ-യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനവുമായി US. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. സമാധാന ചർച്ചയിൽ വരും ദിവസങ്ങളിൽ വിഷയത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ അമേരിക്ക പിന്മാറുമെന്നും അന്ത്യശാസനം. വിമോചന യുദ്ധത്തിൽ സായുധ സേന നടത്തിയ വംശഹത്യയ്ക്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷമാപണം നടത്തണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി MD ജാഷിം ഉദ്ദീനും പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി അംന ബലൂച്ചും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം പറഞ്ഞത്. 2010 ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടത്തുന്നത്. ഖത്തറും റഷ്യയും തമ്മിലെ വ്യാപാര നയതന്ത്ര സൗഹൃദം ഊഷ്മളമാക്കി അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ മോസ്കോ സന്ദർശനം. വിവിധ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ചേർന്നുള്ള 200 കോടി യൂറോയുടെ സംയുക്ത നിക്ഷേപ ഫണ്ടിനും ധാരണയായി. ഗസയിലെ ഇസ്രായേൽ ആക്രമണവും സിറിയയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിമാനത്താവളത്തിലേക്ക് ഡ്രൈവറില്ലാ കാറിൽ സൗജന്യ യാത്രയൊരുക്കി അബുദാബി. സാദിയാത്ത്, യാസ് ഐലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് എയർപോർട്ടിലേക്കുള്ള സൗജന്യ സേവനം. 18 ഡ്രൈവറില്ലാ കാറുകളാണ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. അബുദാബിയുടെ പൊതുഗതാഗത സേവനം പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് മുന്നോടിയായാണ് ഡ്രൈവറില്ലാ ഇലക്ട്രിക്കൽ കാർ വ്യാപകമാക്കുന്നത്. വേൾഡ് ആർട്ട് ദുബായ് പ്രദർശനത്തിന് തുടക്കമായി. ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റി ചെയർപേഴ്സണും ദുബായ് കൗൺസിൽ അംഗവുമായ ഷൈഖ ലത്തീഫ ബിൻത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രദർശനം സന്ദർശിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഞായറാഴ്ച വരെയാണ് പ്രദർശനം. 65 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലേറെ ചിത്രകാർ 11ാം പതിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എമിറേറ്റിലെ പ്രധാന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനുകളിലൊന്നായ മാൾ ഓഫ് എമിറേറ്റ്സ് വിപുലീകരിക്കുന്നു.
പുതുതായി 100 സ്റ്റോറുകൾ കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് മാളിന്റെ വികസനം. 500 കോടി ദിർഹം ചെലവിട്ടാണ് 20,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ മാൾ വികസിപ്പിക്കുന്നത്. ഇടുക്കി മറയൂർ ഉദുമൽപേട്ട റോഡ് കൈയടക്കി വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. പകൽ സമയത്തും കാട്ടുകൊമ്പൻ റോഡിൽ തമ്പടിക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാട്ടാന പകൽ സമയത്ത് റോഡിൽ ഗതാഗത തടസ്സം തീർത്തു. കാട്ടുകൊമ്പന്റെ സാന്നിധ്യമാണ് വാഹനയാത്രികരിൽ ആശങ്കയുളവാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിന് മുമ്പിലെത്തിയ വിരിക്കൊമ്പൻ ഭീകരാന്തരീക്ഷം തീർത്തിരുന്നു. തൃശൂർ പട്ടിക്കാട് സ്കൂട്ടറിൽ മദ്യക്കച്ചവടം നടത്തുന്നതിനിടെ 35 കുപ്പി വിദേശ മദ്യവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിലായി. രവിയാണ് പിടിയിലായത്. ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച് സ്ഥിരമായി മദ്യക്കച്ചവടം നടത്തിവരുന്ന ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയ്ക്കിടെ 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പോലീസിന് മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാകാമെന്നാണ് സൂചന. വയനാട് മുത്തങ്ങയിൽ സുൽത്താൻ ബത്തേരിയിൽ 19 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത്. അടിവാരം സ്വദേശി K ബാബു, വിരാജ്പേട്ട സ്വദേശി KE ജലീൽ എന്നിവരാണ് പിടിയിലായത്. 2 ബാഗുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ ആളെ തൃശൂർ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി പ്രദീപാണ് പിടിയിലായത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്തെ കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തിവരുന്നുണ്ടെന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വിദ്യാർത്ഥിനി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. നീറാട് എളയടത്ത് സ്വദേശിനി മെഹറൂബയാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ വീട്ടിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ 2ാം വർഷ MBA വിദ്യാർത്ഥിനിയാണ്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിന് സമീപമാണ് യുവാക്കൾ വാഹനത്തിൽ നിയമലംഘന യാത്ര നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 8-ലധികം വാഹനങ്ങളാണ് നിയമലംഘന യാത്ര നടത്തിയത്. തൃശൂർ പോട്ടയിൽ ടാറ്റ സുമോ നിയന്ത്രണം വിട്ട് ഹൈമാസ്റ്റ് ലൈറ്റിലിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഊരകം പ്രദേശത്തുള്ളവരാണ് വാഹനത്തിലെ യാത്രക്കാർ. തൃശൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പോട്ട ആശ്രമം സിഗ്നലിനും സിവിൽ സ്റ്റേഷനും ഇടയിൽ റോഡിന് നടുവിലെ ഹൈമാസ്റ്റ് ലൈറ്റിൽ ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സർവീസ് റോഡിലേക്ക് വീണ യുവാവ് മരിച്ചു. പോട്ടുകാൽ സ്വദേശി മഹേഷാണ് മരിച്ചത്. മുക്കോലയ്ക്ക് സമീപത്തായിരുന്നു അപകടം. 40 അടി താഴ്ചയിലേക്കാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വിഴിഞ്ഞം പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. തൃശൂർ കുന്നംകുളത്ത് ഫുട്ബോൾ കളിക്കിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കുറുക്കൻപാറ സ്വദേശി പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മലപ്പുറം കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവതിയും ബന്ധുവായ 15-കാരനും മുങ്ങി മരിച്ചു. തവനൂർ സ്വദേശി ആബിദ, സഹോദരന്റെ മകൻ ആനക്കര സ്വദേശി മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത്. പുഴയിലിറങ്ങിയ ലിയാൻ മുങ്ങിത്താഴുന്നത് കണ്ട് രക്ഷിക്കാൻ ഇറങ്ങിയ ആബിദയും അപകടത്തിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ജില്ലയിൽ വിനോദയാത്രയ്ക്കെത്തിയ 6 യുവാക്കളിൽ ഒരാൾ ചിറ്റാർ അണക്കെട്ടിൽ മുങ്ങി മരിച്ചു. മലയൻകീഴ് സ്വദേശി അഭിനേഷാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുലശേഖരത്ത് നിന്നും എത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. തൃശൂർ ചെറുതുരുത്തിയിൽ അമിത വേഗതയിൽ ഓടിച്ച കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ കാർ ഓടിച്ച റസീം എന്ന യുവാവിനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 15ഓളം പരാതികളാണ് പോലീസിന് ലഭിച്ചത്. റസീം ഓടിച്ച കാർ നിരവധി വാഹനങ്ങളിലും വഴിയാത്രക്കാരെയുമാണ് ഇടിച്ചത്. ഒടുവിൽ നാട്ടുകാർ ചെറുതുരുത്തിയിൽ കാർ തടഞ്ഞുവച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. ഓലത്താന്നി സ്വദേശി സുരേഷിന്റെ വീട് കുത്തിത്തുറന്ന് 9 പവനും 5000 രൂപയും കവർന്നു. വീട്ടിലുള്ളവർ പള്ളിയിൽ പോയ സമയത്താണ് കവർച്ച നടന്നത്. നെയ്യാറ്റിൻകര സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഓലത്താണിയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. ഓലത്താണി സുരേഷ് കുമാറിന്റെ വീട്ടിലായിരുന്നു മോഷണം നടന്നത്. സംഭവ സമയം സുരേഷ് കുമാറും കുടുംബവും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 9 പവൻ സ്വർണവും 5000 രൂപയും മോഷണം പോയി. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. തേക്കേക്കര സ്വദേശി രാഹുൽ, അരുൺ, ഭരണിക്കാവ് സ്വദേശി അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. കോയിക്കൽ ജംഗ്ഷനിൽ വെച്ച് യുവാവിനെ തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. ഫേസ്ബുക്കിലൂടെ പോലീസിനെതിരെ വധഭീഷണി നടത്തിയയാൾ പിടിയിൽ. പാലക്കപ്പീടിക സ്വദേശി മുഹമ്മദ് അലിക്കെതിരെയാണ് ചാലിശ്ശേരി പോലീസ് കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു പോലീസുകാർക്കെതിരെ ഭീഷണി പോസ്റ്റ്. കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആളുടെ വീട് കത്തിനശിച്ച നിലയിൽ. വെള്ളയിൽ സ്വദേശി ഫൈജാസിന്റെ വീടാണ് കത്തിനശിച്ചത്. അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. കടുത്ത മദ്യപാനിയായ ഫൈജാസ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മലപ്പുറം എടപ്പാൾ സ്വദേശിനിയെ ഫോണിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി 93 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പേരെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടേട്ടി സ്വദേശി അജ്മൽ, തൃപ്പരച്ചി സ്വദേശി മനോജ്, അരീക്കോട് സ്വദേശി NP ഷിബിലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണെന്നും നമ്പർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് സംഘം പണം തട്ടിയത്. തൃശൂർ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി. മണ്ണുത്തി സ്വദേശി നൌഫലിനെയാണ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. നൌഫലിനെ 6 മാസത്തേക്കാണ് ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളത്. അടിപിടി, വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസുകളിൽ പ്രതിയാണ് നൌഫൽ. തൃശൂർ തൃപ്പയാർ സെന്ററിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ റിമാൻഡിൽ. താന്യം സ്വദേശി റോഷനാണ് പോലീസിന്റെ പിടിയിലായത്. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. മുൻ വൈരാഗ്യത്തിലാണ് റോഷനും സായ്രാജും മറ്റ് 2 പേരും ചേർന്ന് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തേവാരം റോഡിന്റെ സാധ്യതകൾ വിലയിരുത്തി CPIM തമിഴ്നാട് സംസ്ഥാന നേതൃത്വം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ബാലഭാരതിയുടെ നേതൃത്വത്തിലുള്ള സംഘം തേവാരമട്ടിലെത്തി സന്ദർശനം നടത്തി. തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും റോഡിന്റെ ആവശ്യകത അറിയിച്ച് പാത യാഥാർത്ഥ്യമാകുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം വ്യക്തമാക്കി. ആലപ്പുഴ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് നിരക്ക് കൂട്ടാൻ തീരുമാനിച്ചിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ. യാത്രക്കാരുടെ വാഹനങ്ങൾക്ക് സുരക്ഷിതമായ പാർക്കിംഗ് സൗകര്യം പോലും ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഉയർന്ന പരാതി. റെയിൽവേ സ്റ്റേഷനിലെ പഴയ ശുചിമുറി സമുച്ചയത്തിന് സമീപത്തും പിൽഗ്രിം ഷെൽട്ടറിന് സമീപത്തും തുറസായ സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൈവ വൈവിധ്യ പഠനോത്സവവും ക്യൂസ് മത്സരവും സംഘടിപ്പിക്കുന്നു. ഇടുക്കി അടിമാലിയിൽ ഹരിത കേരളം മിഷൻ UNDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നിലക്കുറുങ്ങി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ശ്രീ ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്രത്തിന്റെ 7ാമത് വാർഷികാഘോഷം നടന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന 50-ൽ പരം ചിത്രശലഭങ്ങളെ പിസ്തയുടെ പുറംതോടിൽ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി എടപ്പാൾ അങ്ങാടി സ്വദേശി ഫസ്ന. ചാലിശ്ശേരി ബോർഡ് സ്കൂൾ അധ്യാപികയും പട്ടാമ്പി ശില്പചിത്ര ഫൈൻ ആർട്സ് കോളേജിലെ ഫൈൻ ആർട്സ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമാണ് ഫസ്ന. തുടർച്ചയായി 1 മാസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. നാടക അഭിനേതാവും രചയിതാവുമായ പെരുവല്ലൂർ ശശി തച്ചപ്പുള്ളിയുടെ ആദ്യത്തെ പുസ്തകം നിലയുടെ മാറിലൊരു തീഗോളം എന്ന നോവൽ പ്രകാശനം ചെയ്തു. പെരുവല്ലൂർ മിനി അംബേദ്കർ ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പ്രകാശനം നിർവഹിച്ചു.
MLA മുരളി പെരുന്നെല്ലി പുസ്തകം ഏറ്റുവാങ്ങി. മലപ്പുറം ഇരുമ്പിളിയം റൗളത്ത് സലാം മദ്രസയുടെ 80ാം വാർഷികം സംഘടിപ്പിക്കും. വാർഷികം വിപുലമായ പരിപാടികളോടെ ഏപ്രിൽ 23, 24 തീയതികളിൽ ഇരുമ്പിളിയം അങ്ങാടിയിൽ വെച്ച് നടക്കും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ സംഗമങ്ങൾ, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, വളണ്ടിയർ മദ്രസ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. കോഴിക്കോട് മുക്കത്ത് അറവ് മാലിന്യവുമായി വന്ന വാഹനം റോഡിൽ ഉപേക്ഷിച്ചതോടെ ദുരിതത്തിലായി നാട്ടുകാർ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലാണ് വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അശാസ്ത്രീയമായ രീതിയിലാണ് വാഹനത്തിൽ മാലിന്യം കടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ പോലീസോ ആരോഗ്യവകുപ്പോ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. ഗുരുവായൂർ ദേവസ്വം മധ്യമേഖലാ ക്ഷേത്ര ധനസഹായ വിതരണം ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 662 ക്ഷേത്രങ്ങൾക്കാണ് ധനസഹായം നൽകിയത്. ദേവസ്വം ഗോശാലയുടെ ഉദ്ഘാടനവും തെക്കേ നടയിൽ നിർമ്മിക്കുന്ന പുതിയ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാ സേനയുടെയും JCI കാരശ്ശേരിയുടെയും സഹകരണത്തോടെ മെയ് 3, 4, 5 തീയതികളിൽ ത്രിദിന നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് അവസരം. മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ റന ഫാത്തിമയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. മലപ്പുറം നൂർ ഹോസ്പിറ്റൽ പൊന്നാനിയും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്കും സംയുക്തമായി തൃശൂർ അമല ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ബ്ലഡ് സെന്ററിന്റെ ശുദ്ധീകരിച്ച വാഹനത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ 67 പേർ രജിസ്റ്റർ ചെയ്തു. ഒപ്പോ K13 ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്നു. ഏപ്രിൽ 21-ന് ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 20,000-ൽ താഴെ വിലയിൽ ഗെയിമിംഗും മൾട്ടി ടാസ്കിംഗും ചെയ്യാൻ കഴിവുള്ള എല്ലാ പ്രീമിയം ആപ്പുകളും ഉൾക്കൊള്ളുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. മഴ മൂലം 14 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് പഞ്ചാബിന്റെ ജയം. ബംഗളൂരു ഉയർത്തിയ 96 റൺസ് വിജയലക്ഷ്യം 11 പന്ത് ബാക്കി നിൽക്കെ പഞ്ചാബ് മറികടന്നു. 33 റൺസ് എടുത്ത നെഹൽ വധേരയുടെ പ്രകടനം ജയത്തിൽ നിർണായകമായി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരുവിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 95 റൺസ് എടുക്കാനേ സാധിച്ചു. IPL-ൽ ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30-ക്ക് ജയ്പൂരിലാണ് മത്സരം. ഇതുവരെ 7 മത്സരങ്ങൾ കളിച്ച ലക്നൗ 4 മത്സരങ്ങളിൽ ജയിച്ചിരുന്നു. അതേസമയം അവസാന 3 മത്സരവും പരാജയപ്പെട്ട രാജസ്ഥാന് ജയം അനിവാര്യമാണ്. നായകൻ സഞ്ജു സാംസൺ പ്രതീക്ഷിക്കാത്ത പ്രകടനം പുറത്തെടുക്കാത്തതാണ് ടീം നേരിടുന്ന പ്രതിസന്ധി. ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ഡെവാൾഡ് ബ്രവിസിനെ ടീമിലെത്തിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. പേസ് ബോളർ ഗുർജപ്രീത് സിംഗ് പരിക്കേറ്റ് പുറത്തായ ഒടുവിലേക്കാണ് ബ്രവിസിനെ നിർണായക നീക്കത്തിലൂടെ ചെന്നൈ തട്ടകത്തിലെത്തിച്ചത്. 22 കോടിക്കാണ് 21-കാരനെ ടീം സ്വന്തമാക്കിയത്. (2025, 2026) വർഷത്തെ BCCIയുടെ വാർഷിക കരാറിൽ പുതുമുഖങ്ങൾ ഇടം പിടിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അഭിഷേക് ശർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ എന്നിവർ കരാറിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവർ A+ കാറ്റഗറിയിൽ തന്നെ തുടർന്നേക്കും. പുതുക്കിയ കരാർ ഉടൻ പുറത്തുവരും. ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന ദി പ്രൊട്ടക്ടർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു നിർമ്മിച്ച് GM മനു സംവിധാനം നിർവഹിക്കുന്നതാണ് ചിത്രം. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു.